വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ലഞ്ചിന് ചിക്കൻ സുക്കിയാട്ടോ ഉണ്ടാക്കിയത്. ഇതൊരു മാംഗ്ലൂർ ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ആദ്യം ഇതിന് മസാല റെഡിയാക്കണം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് പെരുംജീരകം, ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഉലുവ, പിന്നെ ഏലക്കായും ഇത്രയും നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് ഇത് പൊടിച്ച് മാറ്റി വെക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കണം. സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് മാറ്റി വെക്കണം. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ഈ ഡിഷിൽ ഇടാനുള്ളതാണ്. അപ്പോൾ ആദ്യമേ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പണി കുറച്ചുകൂടെ ഈസി ആവും. അപ്പോൾ ഈ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇതുപോലെ വറുത്തെടുക്കണം. ഉള്ളിയും ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ബിരിയാണിക്കൊക്കെ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യില്ലേ, അതുപോലെ ആ രീതിയിൽ വറുത്തെടുക്കണം. കുറച്ച് അധിക സമയം എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ച് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കുറച്ചധിക സമയം വഴറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെയും കുറച്ച് സമയം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വേവുന്നത് വരെ വഴറ്റിയെടുക്കണം. കുറച്ചധിക സമയം വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുത്തു. അതും കുറച്ചധിക സമയം വഴറ്റി കൊടുക്കണം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് തൈരും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് പുരട്ടി വെച്ചതാണ്. കുറച്ചധിക സമയം നമ്മളിതുപോലെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാട്ടോ. ഞാനിത് രാവിലെ അങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് അതും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് സമയം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ചധിക സമയം വേവിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുളിരസം ഇഷ്ടമുള്ള ആണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തോന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞ് കറിയൊക്കെ റെഡി ആയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തേങ്ങയും നന്നായിട്ട് കറികളിലെല്ലാം മിക്സായി വരണം. കുറച്ച് സമയം സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ, പൊരിച്ച് വെച്ച ഉള്ളി, ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് പൊടിച്ചിട്ടിട്ടാവും കേട്ടോ, എന്നാലാണ് ആ ടേസ്റ്റ് ഇതിലേക്ക് വരുന്നുള്ളൂ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.